നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. എന്നോട് വെച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ പുറത്താണ് ഷൂട്ട്. ഇവൻ പുറത്താണ്. അപ്പോ എന്താണ് ജാസി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അറിയാം ഓൾറെഡി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷൂട്ടില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കറങ്ങാനൊക്കെ പോവാം. വിരോധമുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കളിക്കാം. നല്ല ഹോട്ടലിൽ റൂമൊക്കെ എടുക്കാം. ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് ആമി എന്ന് പറഞ്ഞിട്ട്, അവളോട് ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പ് എനിക്ക് ഈ മൂവി വന്ന സമയത്ത് ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞു. അപ്പോ എന്താ പിന്നെ വെച്ചാൽ ആശി ആരാ, ബോയ് ഫ്രണ്ട് ആണോ ഹസ്ബൻഡ് ആണോ? എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഈ കളി കൂടെ നീ ഒന്ന് നിങ്ങൾ തമ്മിൽ പാർട്ട്നേഴ്സ് ആണോ, വരുമ്പോ ആശ ഉണ്ടാവോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവര്. അപ്പൊ എനിക്ക് എന്ത് സംതിങ് റോങ് പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ആമിനോട് ആമി പറഞ്ഞു, ഇത് പോണ്ട, ഇത് വേറെ കേസാണെന്ന് പറഞ്ഞു അവള്. ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. അപ്പൊ എനിക്ക് ഇവനോട് പറയാൻ എനിക്ക് പേടി. ഞാൻ അവളോടാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഞാൻ അത് എന്തായാലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയ കൊള്ളായിരുന്നു. അല്ല കുളി പതിവില്ലാന്ന് പറഞ്ഞു. അതെന്റെ വടി ഒന്ന് പോളിഷ് ചെയ്യണം. വടിയോ? ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.